സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം പഠനം തുടരുകയാണ്. സുരഥ മഹാരാജാവും വൈശ്യനും സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലിരുന്ന് അവരവരുടെ വിഷമങ്ങൾ പരസ്പരം പറഞ്ഞു. രണ്ടുപേരും ഒരേപോലെ ദുഃഖിതരാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, അവരെ വേണ്ടാതായി, അവരെ ഉപേക്ഷിച്ചവരെ ഓർത്ത് അവരുടെ മനസ്സ് ഇപ്പോഴും ദുഃഖിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് സുമേധസ് മഹർഷിയോട് തന്നെ ചോദിക്കാം എന്ന് കരുതി സുരഥ മഹാരാജാവും വൈശ്യനും മഹർഷിയെ കാണാൻ പോകുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പൊ മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ശിഷ്യന്മാരോടായിട്ട് ആ കഥ ഇങ്ങനെ തുടർന്ന് പറയുകയാണ്. മാർക്കണ്ഡേയ ഉവാച തതഃ തൗ സഹിതൗ വിപ്ര തം മുനിം സം ഉപസ്ഥിതൗ സമാധിഃ നാമ വൈശ്യഃ അസൗ സഹ ച പാർത്ഥിവ സത്തമഃ. വിപ്ര, ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ശിഷ്യരെ വിളിക്കുകയാണ്. അല്ലയോ ബ്രാഹ്മണ. തതഃ, പിന്നീട്, അതിനുശേഷം, അവർ തമ്മിൽ ആ സംസാരിച്ചതിന് ശേഷം, സമാധിഃ നാമ വൈശ്യഃ അസൗ, സമാധി എന്നു പേരുള്ള ആ വൈശ്യനും, സഹ പാർത്ഥിവ സത്തമച, അതായത് ആ മഹാരാജാവും, അതായത് സുരഥ മഹാരാജാവും വൈശ്യനും, തൗ സഹിതൗ, അവർ രണ്ടുപേരും ഒരുമിച്ച്, മുനിം സം ഉപസ്ഥിതം, ആ സുമേധസ് മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു. കാരണം രണ്ടുപേർക്കും ആ മമത പോകുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖം അവർക്ക് മാറുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ആ മനസ്സ് അതിൽ നിന്നും വിട്ടുപോരാത്തത് എന്ന് ചോദിക്കാൻ, അത് സുമേധസ് മഹർഷിയോട് തന്നെ ചോദിക്കാനായിട്ട് അവർ രണ്ടുപേരും സുമേധസ് മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃത്വാത്തു തൗ യഥാ ന്യായം യഥാർഹം തേന സംവിധം ഉപവിഷ്ടൗ കഥാഹ കാശ്ചിത് ചക്രദുഹു വൈശ്യ പാർത്ഥിവൗ. തൗ, അവർ രണ്ടുപേരും, വൈശ്യ പാർത്ഥിവൗ, വൈശ്യനും ആ സുരഥ മഹാരാജാവും, യഥാന്യായം യഥാർഹം, അതായത് അനുയോജ്യമായ രീതിയിൽ, അർഹതപ്പെട്ട രീതിയിൽ, ഉപവിഷ്ടൗ, ആ സ്ഥാനമാനങ്ങളിൽ, അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട്, തേന, ആ മഹർഷിയോട്, സംവിധം കൃത്വാത്തു, പല കാര്യങ്ങളും സംസാരിച്ചു, കഥാഹ കശ്ചിത്, പല കഥകളും മറ്റു പല കാര്യങ്ങളും അവർ മഹർഷിയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈശ്യനും സുരഥ മഹാരാജാവും സുമേധസ് മഹർഷിയുടെ അടുത്തേക്ക് ചെന്ന് അനുയോജ്യമായ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് അവർ രണ്ടുപേരും മഹർഷിയോട് പല കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞു. പല പല കഥകളും അതാണ് കഥാഹ കശ്ചിത്, ചില കഥകളും അവർ ചക്രദുഹു എന്ന് വെച്ചാൽ പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇനി നമ്മൾ രാജാവ് മഹർഷിയോട് ചോദിക്കുന്നതാണ് കാണാൻ പോകുന്നത്. രാജോവാച, സുരഥ മഹാരാജാവ് ചോദിക്കുകയാണ് മഹർഷിയോട്. ഭഗവൻ ത്വാം അഹം പ്രഷ്ടും ഇച്ഛാമി ഏകം വദസ്വ തത് ദുഃഖായ യത് മേ മനസഃ സ്വചിത്തായ തദാം വിന. രാജാവ് ചോദിക്കുകയാണ് മഹർഷിയോട്, ഭഗവൻ, അല്ലയോ ഭഗവാനെ, അഹം, ഞാൻ, ത്വാം, അങ്ങയോട്, ഏകം പ്രഷ്ടും ഇച്ഛാമി, ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യം ഇതാണ്. മനസഹ, മേ മനസഹ, എൻ്റെ മനസ്സ്, സ്വചിത്തായ തദാം വിന, അതായത് എനിക്ക് അധീനമാകാതെ, അതായത് എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ, ദുഃഖായ, ദുഃഖപൂരിതമാകുന്നത് യത്, എന്തുകൊണ്ടാണെന്ന്, തത് വദസ്വ, അതിനെ എനിക്ക് അങ്ങ് പറഞ്ഞു തന്നാലും,
ഇതാണ് രാജാവ് ചോദിക്കുന്നത്. അതായത്, അല്ലയോ ഭഗവൻ, ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സ് എനിക്ക് അധീനമാകുന്നില്ല. മനസ്സ് എന്ന് പറയുമ്പോൾ ചിന്തകൾ, ആ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ സദാ മനസ്സിൽ എപ്പോഴും ദുഃഖമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ എനിക്കറിയാം എൻ്റെ മനസ്സിൽ എപ്പോഴും ദുഃഖമാണ് ഉണ്ടാകുന്നത് എന്നറിയാം. ഈ ദുഃഖം എനിക്ക് നല്ലതല്ല എന്നും അറിയാം. പക്ഷേ ഈ ചിന്തകളെ, ദുഃഖം നിറയുന്ന ഈ ചിന്തകളെ വരാതിരിക്കാൻ, ഈ ചിന്തകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നത്? ഈ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് മനസ്സിനെ കടിഞ്ഞാണിടാൻ സാധിക്കുന്നില്ല. ഈ ദുഃഖപൂരിതമാകുന്ന ചിന്തകൾ, അതായത് എന്നെ ഉപേക്ഷിച്ച എൻ്റെ പ്രജകള്, മന്ത്രിമാര്, ജനങ്ങള്, രാജ്യം, കുടുംബം, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടുള്ള ദുഃഖം, അത് വേണ്ട എന്ന്, അത് നല്ലതല്ല എന്നൊക്കെ അറിയാം. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്? അതെനിക്ക് പറഞ്ഞു തന്നാലും. ഇതാണ് രാജാവ് മഹർഷിയോട് ആദ്യം ചോദിക്കുന്നത്. മമത്വം ഹൃദരാജസ്യ രാജ്യാംഗേഷു അഖിലേഷു അപി ജാനദഃ അപി യഥാ അജ്ഞസ്യ കിം ഏതത് മുനിസത്തമ. അല്ലയോ മഹർഷി, ജാനദഃ അപി, ഞാൻ രാജാവാണ്, അതുകൊണ്ട് അറിവുള്ളവനാണെങ്കിൽ പോലും, ഹൃദരാജസ്യ, എനിക്ക് നഷ്ടപ്പെട്ട രാജ്യം, ആ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടും, യഥാ അജ്ഞസ്യ, എപ്രകാരമാണോ ഒരു അറിവില്ലാത്തവൻ എന്നതുപോലെ, രാജ്യാംഗേഷു അഖിലേഷു അപി, എനിക്ക് നഷ്ടപ്പെട്ട ആ രാജ്യത്തെയും രാജ്യ അംഗങ്ങളോടും എനിക്ക് മമത തോന്നുകയാണ്. കിം ഏതത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രാജാവ് മഹർഷിയോട് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആദ്യം, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? രണ്ടാമത് ചോദിച്ചത്, ഞാൻ രാജാവാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതായത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എന്നിട്ടും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ രാജ്യം, ആ രാജ്യത്തിലെ അംഗങ്ങള്, കുടുംബം, ഖജനാവ്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എൻ്റെ മനസ്സ് വേവലാതിപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? മമത, എനിക്ക് അതിനോടൊക്കെ പ്രിയമാണ്, എൻ്റെ സ്വന്തമാണ് അതെല്ലാം എന്ന് ഞാൻ കരുതുന്നു. രാജാവിനറിയാം മമതയാണ് അതിന് കാരണമെന്ന്. ആ മമതയും തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ആ മമതയെ, ആ അറ്റാച്ച്മെന്റിനെ എനിക്ക് വിടാൻ പറ്റുന്നില്ല. എൻ്റെ രാജ്യം, എൻ്റെ കുടുംബം, എൻ്റെ പ്രജകള്, എൻ്റെ ഖജനാവ് എന്ന മമത, അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും അതിനോടുള്ള മമത എനിക്ക് പോകുന്നില്ല. ഒരു അറിവില്ലാത്തവനെ പോലെയാണ് എൻ്റെ മനസ്സിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ എനിക്ക് എല്ലാം അറിയാം. അതും പറയുന്നുണ്ട് രാജാവ്, എല്ലാം അറിയാം. പക്ഷെ എന്നിട്ടും അറിവില്ലാത്തവനെ പോലെ എൻ്റെ മനസ്സിന് അവരോടൊക്കെ നഷ്ടപ്പെട്ടതിനോടുള്ള ആ മമത തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടതിനെ എനിക്ക് വേണ്ട, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് കരുതി അതിനെയൊക്കെ, അതിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട്, അതിനോട് മമതയില്ലാതെ നിൽക്കാൻ എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് രാജാവിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അയം ച നിഗൃതഃ പുത്രൈഃ ദാരൈഃ ഭൃത്യൈഃ തഥാ ഉച്ഛിതഃ സ്വജനേന ച സന്ത്യക്തഃ തേഷു ഹാർദി തഥാ അഭി അധി. ഇവിടെ സുരഥ മഹാരാജാവ് വൈശ്യന്റെ കാര്യവും ഈ സുമേധസ് മഹർഷിയോട് പറയുകയാണ് കേട്ടോ. അയം ച, ഇവനും, ഈ വൈശ്യനും, പുത്രൈഹി, പുത്രന്മാരാലും, ദാരൈഹി, ഭാര്യയാലും, ഭൃത്യൈഹി, ഭൃത്യന്മാരാലും, നികൃതഃ, പെട്ടവനും, അതുപോലെ തന്നെ തഥാ, അതുപോലെ, ഉച്ഛിതഃ, ഉച്ഛിതഃ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ടവനും, ഇനി അതുപോലെ സ്വജനീനച സന്ധ്യക്ത, സ്വന്തം ജനങ്ങളാൽ, സ്വജനങ്ങളാൽ, ബന്ധുമിത്രാദികളാൽ, സന്തക്ത എന്ന് വെച്ചാൽ പരിത്യജിക്കപ്പെടുക അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവനുമായി, തേഷു, എങ്കിൽ പോലും, ഹാർദി,
തഥാ അഭി അതി അദ്ദേഹത്തിനും അവരോട് സ്നേഹം തോന്നുന്നു, ഇപ്പോഴും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? അപ്പൊ രാജാവ് ആദ്യം സ്വന്തം കാര്യം മഹർഷിയോട് പറഞ്ഞു, തൻ്റെ മനസ്സ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, അത് എന്തുകൊണ്ടാണ് എന്ന്. അതിനുശേഷം വൈശ്യന്റെ കാര്യം പറയുകയാണ്. ഇതാ ഈ വൈശ്യനും പുത്രന്മാരാലും ഭാര്യയാലും ഭൃത്യന്മാരാലും നിന്ദിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ സ്വജനങ്ങളാലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവനായി ഇവിടെ വന്നെത്തിയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അവരോടൊക്കെ സ്നേഹമാണുള്ളത്. അവരെക്കുറിച്ച് ഓർത്തിട്ടുള്ള ചിന്തകളും വേവലാതികളുമായിട്ടാണ് അദ്ദേഹം അസ്വസ്ഥനായി നടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇതാണ് രാജാവ് മൂന്നാമതും ചോദിച്ചത്. ഏവം ഏഷ തഥാ അഹം ച ദ്വൗ അഭി അത്യന്ത ദുഃഖിതൗ ദൃഷ്ടദോഷേ അഭി വിഷയേ മമത്വ ആകൃഷ്ട മാനസോ. ഏവം ഇപ്രകാരം, ഏഷ ഏഷ എന്ന് വെച്ചാൽ ഇവനും, ഈ വൈശ്യനും, തഥാ അതുപോലെ അഹം ഞാനും, ഞങ്ങൾ രണ്ടുപേരും, ദൃഷ്ടദോഷേ അഭി ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ, അതായത് സ്വജനങ്ങളിലൊക്കെ ഒരുപാട് ദോഷം ഉണ്ട് എന്നറിഞ്ഞിട്ടും, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും, മമത്വ ആകൃഷ്ട മനസ അവയോട് തന്നെ, വിഷയെ എന്ന് വെച്ചാൽ അവരോട് തന്നെ, മമത്വ ആകൃഷ്ട മനസ്സ മമത തോന്നുന്ന മനസ്സോടെ, ദ്വൗ അഭി ഞങ്ങൾ രണ്ടുപേരും, അത്യന്ത ദുഃഖിതോ അത്യന്തം ദുഃഖിതരായി തീർന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ഭഗവാനോട്, അതായത് സുമേധസ്സ മഹർഷിയോട് ചോദിക്കുകയാണ് രാജാവ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ ബന്ധുക്കൾ തെറ്റുകാരാണ്, ഞങ്ങളുടെ സ്വജനങ്ങൾ തെറ്റു ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും അവരോട് തന്നെ മമത തോന്നുന്ന മനസ്സോടെ, മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടെ ഞങ്ങൾ വളരെയധികം ദുഃഖിതരായി തീർന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. തത് കിം ഏതത് മഹാഭാഗ യദു മോഹഃ ജ്ഞാനിനഃ അഭി മമ അസ്യ ച ഭവതി ഏഷാ വിവേക അന്ധസ്യ മൂഢതഃ. തത് കിം ഏതത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മഹാഭാഗ അല്ലയോ മഹാഭാഗ, രാജാവ് വിളിക്കുകയാണ് സുമേധസ്സ മഹർഷിയെ. അല്ലയോ മഹാഭാഗ, ജ്ഞാനിനഃ അഭി ഞങ്ങൾ രണ്ടുപേരും ജ്ഞാനികളാണ്, എല്ലാം അറിയുന്നവരാണെങ്കിൽ പോലും, യദു മോഹഃ ഏതോ ഒരു മോഹത്തിൽപ്പെട്ട്, വിവേക അന്ധസ്യ മൂഢത വിവേകമില്ലാത്തവനെ പോലെയുള്ള ഒരു മൗഢ്യം സംഭവിക്കുന്നത്. തത് കിം ഏതത് ഇതെന്തുകൊണ്ടാണ്? മമ എനിക്കും, അസ്യ ച ഈ വൈശ്യനും, ഭവതി ഏഷ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോ രാജാവ് അവസാനമായിട്ട് മഹർഷിയോട് പറയാണ്, അല്ലയോ മഹാഭാഗ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിവുണ്ട്, അറിവുള്ളവരാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേർക്കും എന്തുകൊണ്ടാണ് ഈ വിവേകമില്ലാത്തവനെ പോലെയുള്ള ഒരു മൗഢ്യം സംഭവിക്കുന്നത്? അപ്പോ അങ്ങനെ ഒരു മൗഢ്യം ഉണ്ട് എന്ന് അവർ ആദ്യം തിരിച്ചറിഞ്ഞു. അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അധീനതയിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ. അത് തന്നെ ആ ഒരു എന്താ പറയാ, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അത് തന്നെ ആ ഒരു തിരിച്ചറിവ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അവരിപ്പോ സുമേധസ്സ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും ആ പ്രകൃതി നിശ്ചയം തന്നെ. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ കാരണമാണ് അവർക്ക് മനസ്സിലാവാത്തത്. അതാണ് അവർ മഹർഷിയോട് ചോദിക്കുന്നതും. ഇനി ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് മഹർഷി നൽകുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് കാണാം. ഋഷിരുവാച ഋഷി സുമേധസ്സ മഹർഷി പറയുന്നു.